ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ വർഷത്തിൽ. അത് അവൻ്റെ റമദാൻ ശേഷമുള്ള ചെറിയ പെരുന്നാളും അതേപോലെ ദുൽഹിജ്ജയുടെ 10ാമത്തെ ദിവസമുള്ള ബലി പെരുന്നാളുമാണ്. ഇതല്ലാത്ത മറ്റൊരു ആഘോഷം ഒരു മുസ്ലിമിനില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഓഫീസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആഘോഷവും അവിടെ നടത്താതിരിക്കാമല്ലോ. ഒരാഘോഷം അവിടെ നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പെരുന്നാളാണെങ്കിൽ പോലും ഓഫീസിൽ നടത്തൽ പ്രത്യേക സുന്നത്തൊന്നുമില്ലല്ലോ. അവൻ്റെ വീട്ടിൽ നടത്തിയാൽ മതി. അപ്പോൾ ഇനി ഇതര മതവിശ്വാസികൾ അത് അവരുടെ വീട്ടിൽ അവർ നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ ഓഫീസിൽ എന്തിനാണ് നമ്മൾ ആഘോഷങ്ങൾ, ഇങ്ങനെ മതപരമായ ആഘോഷങ്ങൾ നടത്തുന്നത്? മതപരമായ ആഘോഷങ്ങളൊന്നും തന്നെ ഓഫീസിൽ വേണ്ട എന്ന് വെച്ചാൽ പോരെ. നല്ലൊരു സൊല്യൂഷനായിട്ടാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ആഘോഷം അവിടെ നടത്തുന്നില്ല, പിന്നെ ആർക്കും ഒരു പരാതിയോ പ്രയാസമോ ഇല്ല. ഇന്ന മതത്തിനെ നടത്തി ഇന്ന മതത്തിനെ നടത്തിയിട്ടില്ല എന്ന പ്രയാസം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്കത് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ പാടില്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കുക തന്നെ വേണം, നമ്മൾ പാടില്ല.